പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 7-ാം മാസത്തിന്റെ 24-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും ഒപ്പം നന്ദിയും അറിയിക്കുന്നു. ഈ പ്രഭാതവും ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് സ്തോത്രം ഹല്ലേലൂയ വിശുദ്ധ ആരാധനയായും ഉപവാസ പ്രാർത്ഥനയായും ആരാധിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതവും നമ്മുടെ ജീവിതത്തിലും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഈ ദിനം ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ലഭിച്ച എല്ലാ ഭാഗ്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച സ്തോത്രം അനേക മറുപടികളെ അനേക ദൈവകുഞ്ഞുങ്ങളിൽ കൂടെ കേൾക്കുവാൻ ഇടയാകുമ്പോൾ ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയും? ഈ പ്രഭാതവും ഞങ്ങൾ ഉപവാസത്തോടെ സ്തോത്രം നിങ്ങളുടെ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ മറുപടികളെ സ്വർഗം കാണുവാൻ ഇടയാകും. നമുക്ക് പ്രാർത്ഥനയോടുകൂടി വചന സന്ദേശത്തിലേക്ക് ഈ പ്രഭാതം പ്രവേശിക്കാം. 22-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. ദൈവത്തിന് അർപ്പിക്കാവുന്നതിലേക്കും ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് ആരാധനയും സ്തുതിഗീതങ്ങളും എന്നുള്ളത്. ദൈവത്തെ സ്തുതിക്കുന്നത് യോഗ്യവും ദൈവത്തെ പാടി ആരാധിക്കുന്നത് മറ്റ് മൃഗയാഗങ്ങളെക്കാൾ ദൈവത്തിന് പ്രസാദവുമാണ്. 69-ാം സങ്കീർത്തനക്കാരൻ പാടുന്നത്, ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദമാകുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം പാട്ടും ആരാധനയും മാത്രമാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്നവരും കുറവല്ല. ചന്തമോ ചിട്ടയോ ഇല്ലാത്ത ഭാവപ്രകടനങ്ങൾ കൊണ്ടും സ്തോത്രം എല്ലാറ്റിനും പരിഹാരം ആരാധനയിൽ കൂടെ ഉണ്ടാകും എന്നും അവർ സാധുക്കളെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു. എന്നാൽ നാം ദൈവത്തെ പാടി ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ വചനത്തിനും ജീവിതത്തിൽ തുല്യ സ്ഥാനം കൊടുക്കണം. അതിലുപരിയായി ജീവിതത്തിൽ വിശുദ്ധിയും വേർപാടും നമുക്കുണ്ടായിരിക്കണം. ചിലർ അന്യഭാഷയെയും ശബ്ദകോലാഹലങ്ങളോടുകൂടെയുള്ള ആരാധനകളെയും പാടെ നിഷേധിക്കുന്നവരും ഇങ്ങനെയുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരുമുണ്ട്. പ്രിയ ദൈവവൈതലേ, വചനത്തിന് ജീവിതത്തിൽ കൊടുക്കുന്ന സ്ഥാനം പോലെ തന്നെ ആരാധനയ്ക്കും തുല്യ സ്ഥാനം നമുക്കുണ്ട്. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ മാത്രമേ വിജയകരമായ ക്രിസ്തീയ ജീവിതവും ആത്മീയ സന്തോഷവും പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. അനേകർ പാട്ടിനും ആരാധനയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നു. ചിലർ വചനത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നു. ചിലർ പരിശുദ്ധാത്മാവിൻ്റെ ആരാധനകൾക്കായി പ്രാധാന്യം കൊടുക്കുന്നു. ചിലർ പരിശുദ്ധാത്മാവ് ഇല്ല എന്ന് പറഞ്ഞ് വചനത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നു. എന്തുമാകട്ടെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയിലും വേർപാടിലും സത്യത്തിലും ആത്മാവിലും നിന്നുകൊണ്ട് ദൈവവചനത്തിന് ശ്രദ്ധയോടെ കീഴ്പ്പെട്ട് പാട്ടോടെയും സംഗീതത്തോടെയും വിശുദ്ധിയോടെയും ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിപ്പാനിടയാകും. ദൈവവചനം ദുർബലമായിരുന്ന കാലത്ത് ദൈവവചനത്തിന് ജീവിതത്തിൽ അല്പം പോലും സ്ഥാനം കൊടുക്കാതെ ദുർമാർഗികളായി ജീവിച്ചിരുന്നവരാണ് ഏലി പുരോഹിതന്റെ മക്കളും ആ കാലത്തെ ജനങ്ങളും. ജനം ധരിച്ചിരുന്നത് ആർപ്പോടെയുള്ള സൂത്രം അട്ടഹാസവും ഹല്ലേലൂയ ഒക്കെ കാഹളനാദവും ഒക്കെ ആയിരുന്നു. അത് അങ്ങനെ ഉണ്ടെങ്കിൽ യെരിഹോ മതിൽ വീണു എന്നും ഗിദയോനും കൂട്ടരും ആർപ്പിട്ടപ്പോൾ മിദ്യാനി സൈന്യം പരാജയപ്പെട്ടെന്നും കാരാഗ്രഹത്തിൽ വെച്ച് പൗലോസും ശീലാസും പാടി ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളകുകയും എല്ലാവരുടെയും ചങ്ങല വീണുപോയി എന്നും പറയുന്ന ഭാഗങ്ങൾ മാത്രം വായിച്ച് ശബ്ദഘോലാഘോലങ്ങളോടുകൂടെയുള്ള ആരാധനയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിനെ ഒറ്റമൂലി എന്ന് തെറ്റിദ്ധരിക്കുന്നവരും കുറവല്ല. ജനം സ്തോത്രം കോട്ട തകർക്കാൻ പോയത് ന്യായപ്രമാണം പ്രകാരം ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തെ അനുസരിച്ചതിന് ശേഷമാണ്.
അത് നാം മറന്നു പോകരുത്. യെരിഹോ കോട്ട പിടിക്കുവാൻ പോയതും ആർപ്പിട്ടതും സ്തോത്രം അവർ വിശുദ്ധിയോടുകൂടെ വചനപ്രകാരം ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചതിന് ശേഷമാണ് ആർപ്പിട്ടത്. ആമേൻ. കാരാഗ്രഹത്തിൽ വെച്ച് ആരാധിച്ച അപ്പോസ്തലന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ഇവിടെ പ്രത്യേകം നമുക്ക് വിവരിക്കേണ്ട കാര്യമില്ല. ഇവിടെ ആർപ്പിട്ട് വിജയം പ്രാപിച്ച് എല്ലാവരുടെയും വചനത്തിന് ജീവിതത്തിനും സ്ഥാനം കൊടുത്തവരായിരുന്നു. നാം ഒരു കാര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുകയും മറ്റുള്ളത് അവഗണിക്കുകയും ചെയ്യുന്നത് അപകടകരമാണ്. വചനത്തിന് ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുന്നത് പോലെ തന്നെ ആത്മാവിലുള്ള ആരാധനയ്ക്കും ആത്മനിറവിലുള്ള ശുശ്രൂഷകൾക്കും ഒരുപോലെ പ്രാധാന്യം കൊടുക്കണം. ചിലർ ആരാധിക്കും, ദൈവനാമത്തിന് കൊടുക്കും, എന്നാൽ ദൈവവചനത്തെ അനുസരിക്കത്തില്ല. ദൈവവചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കുകയോ വചനത്തിൽ നൊത്തവണ്ണം ജീവിക്കുകയോ അനുസരിക്കുകയോ ചെയ്യുവാൻ ഈ കൂട്ടർ തയ്യാറല്ല. യോസഫ് ദൈവത്തിൽ നിന്നും സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും ഏറ്റവും സ്തോത്രം ഹല്ലേലൂയ പ്രിയനായി തീരുവാൻ ഇടയായത് യോസഫ് കാരാഗ്രഹത്തിനകത്ത് അല്ലെങ്കിൽ ബന്ധനത്തിൽ കിടന്നപ്പോഴും ദൈവവചനത്തിൻ്റെ സ്തോത്രം മാറ്റമില്ലാത്ത ന്യായപ്രമാണത്തെ അനുസരിച്ചുകൊണ്ട് പാപം ചെയ്യാതെ വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാനിടയായി. അതുകൊണ്ട് എന്തുണ്ടായി? മോചനം പ്രാപിച്ച് താൻ രാജാവായപ്പോഴും രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും ഇഷ്ടം പോലെ ബന്ധനത്തിലാക്കുവാനുള്ള അധികാരം ഫറവോൻ അവന് നൽകി. എന്നാൽ യോസഫ് ആരെയും ബന്ധിച്ച് ജയിലിൽ അടച്ചില്ല. തന്നെ ഉപദ്രവിച്ചവരെ പോലും താൻ ഉപദ്രവിക്കാതെ സ്നേഹിക്കുകയാണ് ചെയ്തത്. അവരെ കരുതുവാനിടയായി. താൻ എല്ലാവരെയും സ്നേഹിക്കുകയും അവരെ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഒത്തവണ്ണം നടത്തുകയും ചെയ്തു. ആകയാൽ നമ്മുടെ ഹൃദയങ്ങളും അധരങ്ങളും ദൈവത്തിൻ്റെ പുകഴ്ചകളാൽ നിറഞ്ഞും കരങ്ങളിൽ ദൈവവചനം ഉള്ളവരുമായി ജീവിക്കണം. സ്തോത്രം ഹല്ലേലൂയ. ഉദാസീനതയോടെ പ്രവർത്തിക്കുന്നവർ ശപിക്കപ്പെട്ടവരായി തീരും. യഹോവയുടെ പ്രവൃത്തി ഉത്സാഹത്തോടെ ചെയ്യുന്നവൻ ഭാഗ്യവാനായി തീരും. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് വിശുദ്ധിയിലും വേർപാടിലും നിത്യതയിലും സ്തോത്രം സത്യത്തിലും ആത്മാവിലും നിത്യത വരെയും നാം സ്തോത്രം ദൈവത്തെ ആരാധിച്ച് സന്തോഷിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മെ ഒരുക്കണം. പ്രിയ ദൈവമക്കളെ, സമയത്തിലും അസമയത്തിലും നമുക്കൊരുപോലെ ഒരുങ്ങി നിൽക്കാം. ആകയാൽ പ്രിയ ദൈവവേദിയിലെ ദൈവസന്നിധിയിലുള്ള ആരാധനയും വചന പാലായനവും ഒരുപോലെ കാത്തു സൂക്ഷിക്കാം. അതിനായി ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. ഈ പ്രഭാതം സങ്കീർത്തനക്കാരനോടുകൂടെ നമുക്കും പറയുവാനിടയാകാം. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. അതെ, പരിശുദ്ധനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വിശുദ്ധി ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിലും സ്തോത്രം ഹല്ലേലൂയ സത്യമുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആത്മാവുണ്ടായിരിക്കണം, വചനമുണ്ടായിരിക്കണം, ആരാധന ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ നമ്മുടെ ആരാധന വ്യർത്ഥമായി തീരും. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയില്ല എങ്കിൽ നമ്മുടെ ആരാധന വ്യർത്ഥമായി തീരും. ഇനി വിശുദ്ധിയുണ്ട്, വിശ്വസ്തതയില്ല എങ്കിൽ നമ്മുടെ ആരാധന വ്യർത്ഥമായി തീരും. സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ കൊടുക്കൽ വാങ്ങൽ സകലത്തിലും നമ്മുടെ ജീവിതം കാത്തു സൂക്ഷിക്കാം. ഇന്ന് പ്രഭാതം ഈ വചന സന്ദേശം ശ്രവിക്കുന്ന കർത്താവിൻ്റെ ദാസിദാസന്മാരെ എല്ലാ വിഷയങ്ങൾക്കും പ്രാർത്ഥിക്കുവാൻ നാം ഒരുക്കമാണ്. എന്നാൽ ആരാധിപ്പാൻ നാം തയ്യാറല്ല. വചനത്തെ പരിപാലിക്കുവാൻ തയ്യാറല്ല. നീ വിശുദ്ധിയിൽ നിൽക്കണമെന്ന്, വചനത്തിൽ തന്നെ നിലനിൽക്കണമെന്ന് സ്തോത്രം ദൈവാത്മാവ് പറയുന്നത് സ്തോത്രം അതനുസരിക്കാൻ തയ്യാറല്ല. നമ്മുടെ ഇഷ്ടത്തിനൊത്തവണ്ണം ദൈവം നമുക്കെല്ലാം ചെയ്തു തരണം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒത്തവണ്ണം ദൈവം മറുപടി തരണം. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നാം ഒരുക്കമാണോ? ദൈവ കൽപ്പനകളെ അനുസരിപ്പാൻ നാം തയ്യാറാണോ? ഇന്ന് പ്രഭാതം പ്രിയ ദൈവത്തിലെ ദൈവവചനത്തെ അനുസരിപ്പാൻ തയ്യാറാണെങ്കിൽ ഒരു യോസഫിനെ പോലെ ദൈവം നമ്മയും അനുഗ്രഹിപ്പാൻ, ദൈവം നമ്മയും ഉയർത്തുവാൻ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങളെ നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. നമ്മോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ നിവർത്തിപ്പാൻ ശക്തനാണ്. സ്തോത്രം. നിനവേൽ പട്ടണം ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞു.
അവർ ദൈവസനിൽ അവൻ ഉപവസിച്ചത് കൊണ്ട് മാത്രമല്ല, അവരുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞെന്ന് ദൈവം കണ്ടു. അവർക്ക് ആമേൻ വരുത്തുവാനിരുന്ന അനർത്ഥത്തെ ദൈവം നീക്കുവാനിടയായി. ആമേൻ. ആകയാൽ ഈ പ്രഭാതം നമ്മുടെ അനർത്ഥങ്ങളെ നീക്കി ആമേൻ സ്തോത്രം, ദൈവം നമുക്ക് വേണ്ടി ആമേൻ നന്മകൾ ഒരുക്കുവാൻ ദൈവം ഒരുക്കമാണ്. നമ്മുടെ ആമേൻ ആത്മീയ ജീവിതത്തിൽ ഏതൊക്കെ കുറവുകളുണ്ടെന്ന് ഇന്ന് പ്രഭാതം തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധിയോടെ നിൽക്കാം, വിശ്വസ്തയോടുകൂടെ നിൽക്കാം. ദൈവം നമ്മെ ഒരുക്കട്ടെ. അതിനാൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവ്, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഈ പ്രഭാതം എല്ലാവരെയും ഞങ്ങൾ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി സ്വർഗം മാനിക്കണം, ആദരിക്കണം. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കണം കർത്താവെ. ഞങ്ങൾ നേരോടെ വിശ്വസ്തയോടെ നിന്ന് എല്ലാവരെയും സ്നേഹിച്ച് കരുതി ഭാവേസ്തത്വം ഞങ്ങൾ ദൈവ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് നിത്യതയോളം നിൽപ്പാൻ സ്വർഗം കൃപ ചെയ്യും. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. മഹത്വം പങ്കെടുക്കും യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.